ഈ പാട്ടുകൾക്കൊക്കെ അപ്പൊ കൊച്ചി എത്രമാത്രം സഹായിച്ചു? ആ വൈബ് അതാണ്. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആസ് ഈക്വൽ ടു യു ഗോ ടു യൂറോപ്യൻ ടൗൺ. പോർച്ചുഗൽ പോലെയോ, പോർച്ചുഗലിലുള്ള ഏതോ ടൗൺ, സ്പെയിനിലുള്ള ഏതോ വലൻസിയയോ ഏതോ ഒരു ടൗൺ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ലുക്കുള്ള ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു കൊച്ചി എന്ന് പറയുന്നത് ലിറ്ററലി ആ ഒരു ഏരിയ ആണ് നമ്മൾ പറയുക. ഈ സൈഡിലേക്ക് എറണാകുളം, ഞാനൊക്കെ ആക്ച്വലി എറണാകുളംകാരനാണ്. അപ്പൊ കൊച്ചിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും, ബൈക്കിലൊക്കെ പോകും, ഒരു യാത്ര പോലെയാണ്. കൊച്ചി ഈസ് ലൈക്ക് എ വെരി ഒരു വൈബുള്ള ഒരു എന്തോ ഒരു വേറൊരു കൾച്ചറുള്ള ഒരു ഗ്ലോബൽ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. വെസ്റ്റേണേഴ്സ് ഒക്കെ ആണെങ്കിലും വന്നു പോകുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ ആ ഒരു വൈബിലാണ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ നാടാണ്. ആ ഈ വൈബ് ഇസ് വെരി കണക്റ്റഡ് വിത്ത് നമ്മൾ ഈ ഡാൻസ്, എല്ലാവരും സന്തോഷം. ആളുകൾ ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഈ കുറെ വെസ്റ്റേണേഴ്സും സായിപ്പും മദാമയൊക്കെ വരുന്ന സ്ഥലങ്ങളാവുമ്പോൾ ഇപ്പൊ വർക്കലെടുത്ത് നോക്കാം, ഓൾ ദ നേറ്റീവ് പീപ്പിൾ ആർ വെരി വെൽക്കമിങ്. അവരെപ്പോഴും ചിരിച്ച് കളിച്ച്, അതാണ് അവരുടെ ഒരു ദാറ്റ് ഇസ് ഹൗ ദേ ട്രീറ്റ് ദം അല്ലേ. അപ്പൊ ആ ഒരു വൈബ് ജനറലി ആളുകളുടെ മൈൻഡ് സെറ്റിലേക്കും കയറിയിട്ടുണ്ട്. എപ്പോഴും ചിരിച്ച് കളിച്ച് മീൻ കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആ മീൻ മാർക്കറ്റ്, തുണി മാർക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഓൾറെഡി ആളുകളുടെ മനസ്സിൽ ഒരു ആതിഥേയ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ആ ആതിഥ്യമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പൊ അത് ആ പാട്ടിൽ വരണം. ലൈക്ക് വെൽക്കമിങ്, ലൈക്ക് ഒരു സെലിബ്രേഷനെ വെൽക്കം ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലും ഉള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ് ഒന്നും വേണ്ടിയൊന്നുമില്ല. ഈ പാട്ട് ഇപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഫാസ്റ്റ് സോങ്ങിന്റെ ഇടയിൽ ഒരു മെലഡി ആയിട്ടുള്ള ഒരു സംഭവം, നൊമ്പരം കളയും നാളം നീ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? 15,000 പ്രാവശ്യം പറഞ്ഞു. അത് സിറ്റുവേഷനിൽ അങ്ങനെയാണ്. അൻവർ പറഞ്ഞത് ഇതാണ് ഒരു ക്യാരക്ടറിനെ കൃത്യമായിട്ട് നമുക്ക് അതിൽ പുള്ളിയുടെ എല്ലാ ഒരു മറ്റൊരു ഫ്ലൂട്ടിന്റെ ഒരു സംഭവം ഉണ്ട്. അതാരും പറഞ്ഞിട്ടില്ല. ഫ്രഷ് അതിന് മുന്നിലൊരു ഫ്ലൂട്ടിന്റെ സാധനം, അത് കഴിച്ച് മെലഡി, പിന്നെ വീണ്ടും ഇങ്ങനെ ഡ്രിപ്പ് ആയിട്ട് പോകുന്നു, പിന്നെ വീണ്ടും തല എന്ന് പറഞ്ഞ സാധനം വരുന്നു. അതിൽ ശരിക്കും ഈ ഫാമിലിന്റെ ഒരു ഇമോഷൻ അൻവർ ചേട്ടൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഫാമിലിനേക്കാൾ കൂടുതൽ എനിക്ക് കണ്ടപ്പോ തോന്നിയത് അല്ല മറ്റേ ഭാവനയും, അതായത് ലതയും തലയും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം. ആ തലയുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു തണലായി കൂടി നിന്ന് ആ ലത, അതായത് ഈ കൊടയൊക്കെ പിടിച്ചു കൊടുക്കുന്ന സീന്, പിന്നെ അമ്മയുടെ ചിത്രത്തിന് മുന്നില് ലത വന്ന് നിൽക്കുന്ന സീന്, ഇന്ദ്രജിത്തിന്റെ അനിയത്ത് സനുഷേനെ ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്ന സീന്. മോർ ദാൻ ഒരു ഫാമിലി തലയുടെ ജീവിതത്തിലേക്ക് ലത വന്നു, ആ ഒരു മാറ്റങ്ങൾ, അത് ഫാമിലിയാണ്. പക്ഷെ ഒരു കാമുകി എന്നുള്ള ഒരു സാധനം പുള്ളിയുടെ വിഷമങ്ങൾ മാറ്റാൻ വന്ന ഒരാള്, ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ആ ഒരു ഫീല് ശരിക്കും അതിനൊരു എവിടെ ഒരു ചെറിയൊരു പ്രണയം മുട്ടിട്ട് വരുന്നതിന്റെ ഒരു സാധനം കൂടെ ഉണ്ട്. പുള്ളി ആ സമയത്ത് തല ലതേനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒബ്സർവേഷണൽ ഹൈറ്റ്സ് ഓഫ് ആക്കിയതല്ല. കൊള്ളാം. ഇതാരും പറഞ്ഞില്ല. അതൊന്ന് പാടാമോ? നൊമ്പരം കളയും നാളം നീ, സ്നേഹമണിനാദം നീ, ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിളിൽ നിറനിറയെ നീ തുള്ളിത്തുള്ളും മധുവല്ലേ, നീ ഉള്ളിനുള്ളിൻ നനവല്ലേ, ഈ തീരത്തെത്തും തണലല്ലേ, ഉയിരിന്റെ തേനേ നല്ലിടയനും നീ. ഇത് വേറെ എന്തോ ഒരു സാധന. അതായത് നമ്മള് എല്ലാരും കേൾക്കുമ്പോ ഫാസ്റ്റ് സോങ് ആയിട്ട് പാടുന്നു, അതിന്റെ ഇടയിൽ ഒരു മെലഡി വരുന്നു, എന്തോ എങ്ങനെയാന്നറിയില്ല, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിറിക്സും ആ ഒരു കമ്പോസിഷനും ഒക്കെയാണ്. പിന്നെ വേറൊരു സംഭവത്തിലേക്ക് വരുമ്പോ ഈ കൗമാരം കടഞ്ഞവനെ നീ പൂന്നുള്ളാൻ വരുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് എനിക്കറിയില്ല അത് എഴുതുമ്പോ ഈ ഒരു സംഭവം വന്നിരുന്നു. പക്ഷെ ഇപ്പൊ ആളുകൾ അതിനെ വേറൊരു മീനിങ്ങിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞേ? ഇതിന് ചെയ്തത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൈക്ക് ഹീസ് നോട്ട് എ വെരി യങ്സ്റ്റർ, കുറച്ചും കൂടെ ആ കൂട്ടത്തിലുള്ളവരെക്കാളും ഒരു ചേട്ടൻ ലൈനിലാണ്. അപ്പൊ അതാണ് കൗമാരം കടന്നവനല്ലേ എന്ന് പറഞ്ഞൊരു സംഭവം. ബട്ട് യു ആർ സ്റ്റിൽ പാർട്ടിങ് അറൌണ്ട് വിത്ത് അസ് എന്നുള്ളൊരു സാധനം, അതായിരുന്നു ആണ് എന്റെ ഓർമ്മ. പക്ഷെ ഇപ്പൊ ആളുകൾ മറ്റേ കമന്റ്സിലൊക്കെ എഴുതുന്ന അന്നും പുരിയല്ലേ ഇപ്പൊ പുരിയതെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിഷ്കളങ്കനായോണ്ടായിരിക്കും. പഠിച്ചവനെല്ലാം വീരനുമല്ല
എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് വേടന്റെ ഒക്കെ പറയുന്ന പോലെ ഞാൻ പാണല്ല പറയാനല്ല നീ തമ്പുരാനല്ല എന്ന് പറയുന്ന നമ്മളെല്ലാരും ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ അടിത്തടകൾ പഠിച്ചവനെല്ലാം വീരനും എല്ലാവരും ആ രീതിയിൽ ഭയങ്കര ഒരു റീഡിങ് ആയിപ്പോയല്ലോ. ശരത്തേട്ടൻ വെരി ഹാപ്പി. ആ ഒരു രീതിയിൽ, അതായത് വേടൻ ഇപ്പൊ പറയുന്നു ഒരു ജാതിപരമായിട്ടുള്ള ഒരു സംഭവം പറയുന്നു, നമ്മളെല്ലാരും പുള്ളിയുടെ ഫാൻസ് ആണ്. പക്ഷെ ഇത് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെയാണ്, ഞാനൊരു നോർമൽ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. ഇത് എന്റെ അമ്മേ ഫ്രഷ് ആണല്ലോ മൊത്തം പരിപാടി. പക്ഷെ അടിപൊളി. ഞാൻ വീരനല്ല നീ വീരനല്ല, നമ്മളെല്ലാരും നോർമൽ ആന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെ, പെർഫെക്റ്റ് അല്ല, നമ്മളെല്ലാരും ഒരുപോലെയാണ്, ഈക്വൽ ആണെന്ന്. ഹീറോ ഇസ് എക്സ്പെക്ടഡ് ടു ബി ഡൂയിങ് എവറിത്തിങ്. അയാള് എല്ലാം അറിഞ്ഞവനായിരിക്കണം, അല്ലെ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ആക്ച്വലി അത് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അത് ഐ എം ഷുവർ ദ ബ്രീഫിംഗ് വാസ് ലൈക്ക് ദാറ്റ്. അതിങ്ങനെ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തോട്ട് ഉണ്ട്. കാരണം ഇദ്ദേഹം തല പെർഫെക്റ്റ് മനുഷ്യനല്ല, അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ്, ഒരു ഫൈറ്ററോ മറ്റേ ബോക്സിങ് അറിയുന്ന ആളോ മറ്റേ മാർഷൽ ആർട്സ് അറിയുന്ന ആളൊന്നും അല്ല. തല്ലിക്കൂട്ടുകളും അങ്ങോട്ട് ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ കുനിച്ചു നിർത്തി ലിറ്ററലി അല്ലെ വാരി അടിയാണ്, നാടൻ അടി അടിക്കണം. അപ്പോ അതാണ് അടിത്തടകൾ പഠിച്ചതല്ല, വീരനൊന്നും അല്ല. പക്ഷെ സ്നേഹമൊക്കെ ഉള്ള ഇവരാണ് ഞങ്ങളുടെ തല എന്നുള്ളൊരു സാധനമുണ്ട്, കൂടെ നിൽക്കുന്ന ചങ്ക് എന്നുള്ളൊരു സംഭവം. അതുപോലെ മറ്റേ ആവേശത്തിലെ ജാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ, അതും ഇതുമായിട്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ തോന്നി. എന്ന് വെച്ചാൽ ജാഡ നമ്മളൊരു ഒരു മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് സോങ്, അതുപോലെയാണ് എനിക്ക് മറ്റേ എനിക്ക് റിലേറ്റബിൾ ആയിട്ട് ചിലപ്പോ ഒരു സോങ്ങിന്റെ തീം ആയിരിക്കാം. നമ്മളെല്ലാവരും ഒന്ന് മോട്ടിവേറ്റഡ് ആണ്, നമ്മളെല്ലാരും ഈക്വൽ ആണ്, കുറച്ച് ജാട ഒരു ലെയർ. വെരി ഗുഡ്, വെരി നൈസ്. നമസ്കാരം. എനിക്ക് പാട്ടിന്റെ ABCD അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. എന്റെ കുറച്ച് പ്ലേലിസ്റ്റേ ഉള്ളൂ, പക്ഷെങ്കില് അതില് ഒരു 4-5 പാട്ടുകളിൽ ഒരു പാട്ട് താങ്കളുടെ പാട്ടാണ്, ഋതുവില് പുലരുമോ. അതെന്റെ ഭയങ്കര ഒന്നാമത് ആ സീൻസിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. റീമാക്ക് അല്ലെങ്കിൽ അവിടെ സ്റ്റേഴ്സിലിരിക്കുന്നു, ഞാൻ അങ്ങനെ വരുന്നു, ആ ഒരു ഡ്രിങ്ക് ഒക്കെ കൊണ്ട് വരുന്ന ഒരു പാട്ട്. അപ്പൊ അത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കുന്ന ഒരു പാട്ടാണ്, ഏതൊരു മൂഡിനും സെറ്റ് ചെയ്തിട്ടൊരു പാട്ട്. അതാണ് ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ കറക്റ്റ് ചിൽ ഔട്ട് ലൗഞ്ച് പാട്ടാണത്. അപ്പൊ രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരു സമയത്ത് റൊമാൻറ്റിക് പാട്ടുകൾ സമ്മാനിച്ച ഒരാള്. പക്ഷെ ഇപ്പൊ ചോട്ടാ മുംബൈ വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോ പുള്ളി എല്ലാ വൈബും പിടിച്ചൊരു മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബാച്ചിലർ പാർട്ടിയിലായാലും കപ്പാപ്പുഴുക്ക് പോലത്തെ ഒരു പാട്ടൊന്നും അതുവരെ ഒരാളും ട്രൈ ചെയ്യാത്തൊരു പാട്ടാണ്. ഇപ്പൊ നമ്മള് ഡബ്സിയൊക്കെ ഒരു റാപ്പ് ചെയ്യുന്ന പോലത്തെ ഈ ഒരു സാധനം അന്ധകാലത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തമിഴിലൊക്കെ റാപ്പ് ചെയ്തിരുന്നതാണ്, പുള്ളിനെ കൊണ്ടാണ് അത് ആ റാപ്പൊക്കെ ചെയ്യിപ്പിച്ചത്. അതിന് ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എനിക്ക് ഈവൻ അത് ഈ ഹനുമാൻ കൈൻഡിന്റെ റാപ്പിന്റെ ഈ രണ്ടാമത് ഇറങ്ങിയ പാട്ടില് അതിന്റെ ഒരു ലിറിക്കൽ ഫ്രേസിംഗ് പോലെയൊക്കെ തോന്നിയിരുന്നു. ആ ഒരു ടൈപ്പ് ശ്രീചരൺ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. ഈസ് എ വെരി ഗുഡ് റാപ്പർ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ കോസോ അങ്ങനത്തെ റാപ്പൊന്നും അല്ല, സിനിമ പാട്ടുകളുടെ ഇടയിലുള്ള. പുള്ളി ഹാരിസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ഹാരിസ് ജയരാജന്റെ സ്ഥിരം റാപ്പ് ചെയ്യുന്ന ഒരാളാണ് ശ്രീചരൺ. യുവൻ ശങ്കർ രാജയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ക്രെഡിറ്റ്സ് കണ്ടിട്ടാണ് പുള്ളിനെ ഹണ്ട് ഓൺ ചെയ്ത് വിളിച്ചത്.